ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളെല്ലാവരും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം. ആ കാര്യത്തിൽ എന്ത് നടപടിയാണ് സംസ്ഥാന സർക്കാർ എടുക്കാൻ പോകുന്നതെന്നുള്ള വളരെ ഗൗരവതരമായ ചോദ്യം എൻ്റെ മനസ്സിൽ മാത്രമല്ല, കോടിക്കണക്കിനായിട്ടുള്ള ഭക്തജനങ്ങളുടെ മനസ്സിനകത്തേക്കും കേരള സമൂഹത്തിൻ്റെ മനസ്സിനകത്തേക്കും ആ ചോദ്യമുണ്ട്. അയ്യപ്പൻ്റെ സ്വത്ത് മോഷ്ടിക്കുന്ന ആളുകളെ കൂട്ടുനിൽക്കുന്ന ഒരു സർക്കാർ എന്ന് പറഞ്ഞാൽ ആ സർക്കാരിനെ നമുക്ക് നേരായ സർക്കാരായിട്ട് കാണാൻ കഴിയില്ല. അതൊരു നികൃഷ്ട സ്വഭാവമുള്ള സർക്കാരായിട്ട് മാത്രമേ കാണാൻ കഴിയുള്ളൂ. ഭക്തജനങ്ങൾ സംഭാവന നൽകി ഒരു ക്ഷേത്രത്തിന് നൽകുന്ന സ്വത്തുകൾ പോലും കട്ടെടുക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അതിന് നിയന്ത്രിക്കാതെ അതിനെ കൂട്ടുനിൽക്കുന്ന സ്വഭാവമാണ് കാണിക്കുന്നുണ്ടെങ്കിൽ ആ സ്വഭാവം നികൃഷ്ടമായ സ്വഭാവം തന്നെയാണെന്ന് പറയേണ്ടി വരും സർക്കാരിന്. ഇവിടെ അയ്യപ്പൻ്റെ സ്വത്ത് വിറ്റോ? ഈ ഒരു ചോദ്യമാണ് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടുള്ള ചോദ്യം. സ്വർണ്ണപ്പാളി നന്നാക്കിയെടുക്കുന്നതിന് വേണ്ടി കൊണ്ടുപോയി. 2000 മുതൽ 2019 വരെ നാണയമെറിയലുണ്ടായിരുന്നു. ഈ പറയുന്ന സാഹചര്യങ്ങളിൽ വളർന്നു 19 കൊല്ലം വേണ്ടാത്ത കാര്യം 19-ന് തീരുമാനിച്ചു. ദേവസ്വം മാനുവൽ അനുസരിച്ച് സാധാരണഗതിയിൽ പുറത്തു കൊണ്ടുപോകാതെ നടത്തേണ്ട ഇത്തരം കർമ്മങ്ങൾ പുറത്തു കൊണ്ടുപോകാൻ ഒരു കഥാപാത്രത്തെ ഏൽപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റി എന്താണെന്ന് ആരും അന്വേഷിച്ചില്ല. അദ്ദേഹത്തിൻ്റെ സോഴ്സ് ആരാണെന്ന് ആരും അന്വേഷിച്ചില്ല. ദേവസ്വം വിശ്വാസികളും ഏറ്റവും അമൂല്യമായി കരുതുന്ന ഒരു സ്വത്തും സമ്പത്തും ആ ക്ഷേത്രം വിട്ട് നന്നാക്കാൻ വേണ്ടി കൊണ്ടുകൊടുക്കുമ്പോൾ ഈ കൊണ്ടുകൊടുക്കുന്ന ആരാണ്? ഇന്നിപ്പോൾ അയാൾക്കെതിരായിട്ട് എല്ലാ പടിയും ചാരുന്നുണ്ട്. അയാളുടെ ക്രെഡിബിലിറ്റി ഇന്ന് ചോദ്യം ചെയ്യുന്നുണ്ട്. ദേവസ്വം ബോർഡിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോഴും ഞാൻ കണ്ടു. പക്ഷെ ഇത് കൊടുക്കുമ്പോൾ അന്വേഷിക്കേണ്ടത് ആരായിരുന്നു? ഇത് കൊടുത്തത് ആരായിരുന്നു? അദ്ദേഹം എവിടെയൊക്കെ ഇത് കൊണ്ടുപോയി? ഇപ്പം പുതിയ വാർത്തകൾ വരുന്നത് അദ്ദേഹം പലയിടത്തും കൊണ്ടുപോയി ഇത് പൂജ നടത്തിയിട്ടുണ്ടെന്നാണ്. ഇതിൽ അവിടെ നിന്ന് പൈസ പിരിച്ചിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. ഇത്ര ലാഘവത്തോടെയാണ് ശബരിമല കൈകാര്യം ചെയ്യേണ്ടത്? നമ്മൾ കാണേണ്ട വിഷം വിശ്വാസികളെ വളരെ സെൻസിറ്റീവായി നിൽക്കുന്നവരാണ് നമ്മളെല്ലാവരും. വിശ്വാസത്തെ തൊട്ട് കളിക്കാൻ ആരും അനുവദിക്കില്ല. സ്വാഭാവികമായ കാര്യമാണ്. അതാണ് യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ടിട്ട് ആ യുവതീ പ്രവേശ സമയത്ത് ഉണ്ടായ പ്രശ്നങ്ങളും അതിൻ്റെ ഭാഗമാണ്. അന്ന് ജനങ്ങൾ പ്രതികരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ്. ആ വിവാദമുണ്ടാക്കി ജനങ്ങൾ മുന്നിലേക്ക് പുതിയ മുഖവുമായിട്ട് അയ്യപ്പ സംഗമം നടത്തിയ സർക്കാർ ഇപ്പോൾ ഇത്രയും ഭീകരമായിട്ടുള്ള ദേവസ്വം സ്വത്തിൻ്റെ കൊള്ള നടന്നിട്ട് അതിനെതിരെ ഒന്നും ഉണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ വേറൊരു രൂപത്തിലുള്ള സ്വർണ്ണക്കടത്ത് തന്നെയല്ലേ? സ്വർണ്ണക്കടത്തിൻ്റെ മറ്റൊരു വേർഷൻ. അങ്ങനെയല്ലേ കാണാൻ കഴിയുള്ളൂ. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, യുവതീ പ്രവേശത്തിൻ്റെ സംഭവം ഉണ്ടായപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് സ്ഥലമില്ലായിരുന്നു. അത്ര ഒന്നും അവിടെ സ്ഥലമില്ലാതിരുന്നും ധൃതി പിടിച്ചിട്ടാണ് അന്ന് മാധ്യമങ്ങൾ നിങ്ങളുടെ മുന്നിൽ ബൈറ്റ് തന്നത്. സാധാരണ തരാത്ത ഒരു ധൃതി പിടിച്ച ബൈറ്റായിരുന്നു അന്നത്തെ ബൈറ്റ്. എന്തേ മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നത്? ആരാണിതിന് മറുപടി പറയേണ്ടത്? ഇതിന് മറുപടി അർഹിക്കുന്നില്ലേ ഈ ചോദ്യങ്ങൾക്ക്? ശബരിമലയിലെ ഏറ്റവും വിശ്വാസികളും ജനങ്ങളും ഒട്ടാകെ വളരെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന, അല്ലെങ്കിൽ വളരെ ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന ഈ സംഭവത്തിൽ അവരുടെ ആശങ്കകൾ ദൂരീകരിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനില്ലേ? എന്താണ് സംഭവിച്ചത് എന്ന നിജസ്ഥിതി ജനങ്ങളോട് പറയാനുള്ള ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കില്ലേ? മുഖ്യമന്ത്രി മൗനം പാലിക്കുകയാണ് വേണ്ടത്. അയ്യപ്പ സംഗമം നടത്തി ഞങ്ങൾ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ശബരിമല വികസനത്തിന് വേണ്ടി വൻ കുതിച്ചുചാട്ടം നടത്താൻ പോകുന്നുവെന്ന് പറഞ്ഞവരോടാണ് ഞങ്ങളുടെ ചോദ്യം. അയ്യപ്പൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്വത്ത് കട്ടുകൊണ്ടുപോയതിനെതിരായിട്ട് ശക്തമായിട്ടുള്ള നടപടി എടുത്തിട്ട് അക്കാര്യത്തിൽ ഉള്ളവർക്ക് ഉത്തരവാദിത്വമുള്ളവരെ പിടിച്ച് പുറത്താക്കിയിട്ട് വേണം
വികസനത്തെക്കുറിച്ച് പറയാൻ മുഖ്യമന്ത്രിക്ക്? അല്ലെങ്കിൽ ആരോടാണ് ഈ പറയുന്നത്? ഇത് അങ്ങേയറ്റം അപലപനീയ കാര്യമാണ്. ഇതിനകത്ത് കേരള സമൂഹത്തിന് മറുപടി കിട്ടിയേ പറ്റൂ. മുഖ്യമന്ത്രി വാ തുറന്നേ പറ്റൂ ഈ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത്? ഉണ്ണികൃഷ്ണൻ പോറ്റി ആരേൽപ്പിച്ചിട്ടാണ് കൊണ്ടുവന്നത്? ദേവസ്വം മാനുവൽ പോലും ലംഘിച്ചിട്ടാണ് എന്ന് ദേവസ്വം പ്രസിഡന്റ് തന്നെ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആരാണ് അതിന് ഉത്തരവാദി? ഈ കാര്യങ്ങൾ കേരള സമൂഹം അറിയണം, വിശ്വാസലോകം അറിയണം. അതിനു വേണ്ടിയിട്ടുള്ള നടപടി ഉണ്ടായേ മതിയാകൂ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കെല്ലാം നിർബന്ധ ബുദ്ധിയുണ്ട്. ഇതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനായിട്ടുള്ളത്. ഇതിനകത്ത് അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇത് നേരത്തെ 2019 ഈ സംഭവം 2019 കൊണ്ടുപോയി 4 കിലോ സ്വർണം കുറഞ്ഞിട്ടാണ് കൊണ്ടുവന്നതെന്നാണ് പറഞ്ഞത്, തിരിച്ചു കൊണ്ടുവന്നത്. പിന്നെ 2025 വീണ്ടും ഇത് കൊടുക്കുമ്പോൾ അതേ ആൾക്ക് സർക്കാരിനൊരു പങ്കുമില്ലേ? ദേവസ്വം ബോർഡിനൊരു പങ്കുമില്ലേ?